പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന വിഷയം മനസ്സിലാവണമെന്നില്ല. IF-ൻ്റെക്കകത്ത് നാളെ പെന്തക്കോസ്ത ദിനമാണ്. കത്തോലിക്ക സഭയ്ക്കും മറ്റ് ഇതര സഭകൾ, എല്ലാ സഭകളും ഇത് അതിൻ്റേതായ രീതിയിൽ കാണാറില്ല. എങ്കിൽ കൂടിയും അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം ബൈബിളിലെ ലൂക്കാ സുവിശേഷകൻ്റെ മറ്റൊരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തനം. ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുകയാണ്. എന്നുവെച്ചാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം കഴിഞ്ഞ് അടുത്തത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലാണ് വളരെ വ്യക്തമായിട്ട് പെന്തക്കോസ്താ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പെന്തക്കോസ്താ ദിനത്തെക്കുറിച്ചും പറയുന്നത്. അതായത് യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ പരസ്യജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു സഹായകനായിരിക്കും. സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ തൃത്വം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാണ്. പിതാവിനെ ആരെയും കണ്ടിട്ടില്ല. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മുൾച്ചെടികൾ കത്തുന്നതിനിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പക്ഷെ എവിടെയും രൂപമില്ല. പരിശുദ്ധാത്മാവിനെ ആരെയും കണ്ടിട്ടില്ല. പക്ഷേ ഇത് രണ്ടും ഒരു അനുഭവമാണ്. അത് വിശ്വാസമുള്ളവർക്കാണ് ഇത് മനസ്സിലാവുന്നത്. വിശ്വാസമില്ലാത്തവർക്ക് ഇത് അനുഭവപ്പെട്ടു എന്നുള്ളത് പെന്തക്കോസ്താ ദിനത്തിലുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിതിനെക്കുറിച്ചൊക്കെ മാറ്റി വെച്ചിട്ട് 2-3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അഗ്നിനാവുകളുടെ രൂപത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ജനങ്ങൾക്ക് കാണാൻ സാധിച്ചു. രണ്ടാമത്, പത്രോസിൻ്റെ പ്രസംഗമാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. അവർ വ്യത്യസ്ത ഭാഷകളിൽ ഈ ശിഷ്യന്മാർ സംസാരിക്കുന്നു. അവിടെ വന്നിരിക്കുന്ന ആളുകൾ യഹൂദ സംസ്കാരത്തിൽ പല രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ആ പല രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ ശിഷ്യന്മാർ സംസാരിക്കുന്നത് അവരുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് സത്യം, അടിവരയിട്ട് നോക്കണം. അല്ലാതെ കൂട്ടത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവാത്ത ഭാഷയിലല്ല സംസാരിച്ചത്. ചിലരൊക്കെ മറുഭാഷ എന്നൊക്കെ പറയുമല്ലോ. ഈ മറുഭാഷ പറയുന്നത് കൂട്ടത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഇവരെല്ലാം ഗലീലിയ അല്ല, യഹൂദരല്ലേ? അപ്പോൾ അവർ സംസാരിക്കുന്ന വ്യത്യസ്തമായ ഭാഷയാണല്ലോ, ഞാൻ കേൾക്കാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊന്ന്. അപ്പോൾ പെന്തക്കോസ്താ ദിനത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ ദൈവം നമ്മളോട് സംസാരിക്കും എന്നതാണ് ആദ്യത്തെ ഗഹനമായ കാര്യം. രണ്ടാമത്തേത്, നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, യേശു പറയുന്നത്, നിങ്ങൾ വചനമെടുക്കുക, തുറക്കുക, അപ്പോൾ നിനക്ക് എന്താണ് പ്രസംഗിക്കേണ്ടുന്നത് എന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് തോന്നിച്ചു തരും. പരസ്യജീവിതത്തിൽ പറഞ്ഞതാണ്. ഈ പരിശുദ്ധാത്മാവിൽ തോന്നിച്ചു തരുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പ്രസംഗപീഠത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ വായിക്കുന്നത്. പുസ്തകത്തിൽ നോക്കി പ്രസംഗം പറയല്ല എൻ്റെ ചിന്ത. മറിച്ച് ഇത് ആഴമായ ജ്ഞാനത്തിൽ നിന്നല്ല. ജ്ഞാനം പ്രത്യേകതയല്ല. അവിടെ ജ്ഞാനം വലിയ നിർബന്ധമല്ല. പത്രോസിന് വലിയ ജ്ഞാനം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ പത്രോസ് ഒരു മീൻപിടുത്തക്കാരാണ്. പക്ഷേ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കണം. ഈ പെന്തക്കോസ്താ ദിനത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹം ആദ്യം മുതൽ തുടങ്ങുകയാണ്. അതായത് ഉൽപ്പത്തി മുതൽ തുടങ്ങി യേശുക്രിസ്തുവിൽ വരെ എത്തിത്തീരുന്ന ഒരു ജൈത്രയാത്ര, ഹിസ്റ്റോറിക്കൽ ജേണി, ചരിത്രപരമായ ഒരു യാത്ര നമ്മുടെ മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ജീർണിക്കപ്പെടാൻ വിട്ടുപോകുകയില്ല. അത് ഞാൻ മാറ്റുന്നു. പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ ആഴവും കാമ്പും മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നല്ല വരങ്ങളുള്ളവർ ആഴമായിട്ടൊന്ന് വായിച്ചു നോക്കുമ്പം ഗഹനമായ കാര്യങ്ങൾ നമ്മുടെ ശിരസിലേക്ക് എത്തും. അതാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, പ്രിയ സുഹൃത്തുക്കളെ, നീട്ടുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരവിൻ്റെ നല്ല ദിവസം പത്രോസിൻ്റെ ഭാഷാചാതുര്യം മാറുകയാണ്. പത്രോസിൻ്റെ പ്രസംഗ ശൈലി മാറുകയാണ്. എവിടെയാണോ ഭീരുവായിപ്പോയി യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവൻ, അവൻ്റെ നിഴലെങ്കിലും എൻ്റെ മേലൊന്ന് വീഴണമേ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ച മനുഷ്യരുടെ ഒരു സമൂഹത്തെ നമുക്ക് മുന്നോട്ടുള്ള വായന കാണാം. അപ്പോൾ പൗലോസിൻ്റെ പ്രസംഗം ആഴമായ ക്രിസ്റ്റോളജിയാണ്. ക്രിസ്തു കേന്ദ്രീകൃത ദൈവശാസ്ത്രത്തിൻ്റെ ഗഹനമായ ആശയങ്ങളാണ് അവിടെ പത്രോസിൻ്റെ പ്രസംഗം.
അത് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം തുടങ്ങി ഉത്ഥാനത്തിൽ അവസാനിപ്പിച്ചു പരിശുദ്ധാത്മാവിൻ്റെ വരവും അവിടെ പ്രഖ്യാപിക്കുകയാണ്. അവിടെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവർ പ്രസംഗം കേട്ടവർ ആഹ്ലാദചിത്തരായി. അവർ രണ്ട് വാക്യങ്ങളാണ് എൻ്റെ മനസ്സിൽ. ഒന്ന്, അവിടെ അവർ ആഹ്ലാദത്തിലായി, അതോടെ തന്നെ അവർ വിസ്മയഭരിതരായി. അവർ ഭയപ്പെട്ടു, വിസ്മയഭരിതരായി. ആഹ്ലാദത്തിലായി, വിസ്മയഭരിതരായി. കേട്ടവരാണ്. ഇതെപ്പോഴും വചനത്തിലുള്ള ഒരു സംഭവമാണ്. എല്ലാം ഒന്നും മനസ്സിലാവത്തില്ല. സെൻറ്റ് അഗസ്റ്റിൻ പണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണെന്ന് തോന്നുന്നു, കടൽ തീരത്തൂടെ ദൈവത്തെക്കുറിച്ച്, ട്രിനിറ്റിയെക്കുറിച്ച്, തൃത്വത്തെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ നടക്കുക. എന്തെന്ന് മനസ്സിലാവുന്നില്ല. ചിന്തിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. അവസാനം കടൽ തീരത്തൂടെ നടന്നു പോകുമ്പം കടലിൻ്റെ കരയിലിരുന്നു കൊണ്ട് ഒരു കൊച്ചു കുഴിയുണ്ടാക്കി ആ കുഴിക്കകത്തേക്ക് ഒരു ചെറിയ പ്ലാവില പോലെ ചെറിയൊരു ഇല കൊണ്ട് ആ കടലിലെ വെള്ളം ഈ കുഴിയിലേക്ക് കോരി ഒഴിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ കാണും. അങ്ങനെ കാണുമ്പോൾ ഈ കുഞ്ഞിനോട് സെൻറ്റ് അഗസ്റ്റിനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തിരുത്തിക്കൊള്ളുക, സെൻറ്റ് അഗസ്റ്റിൻ ചോദിക്കുന്നൊരു വാക്കുണ്ട്, കുഞ്ഞെ നീ എന്താ ചെയ്യുന്നത്? അത് ഞാൻ ഈ കടലിലെ വെള്ളം കോരി പറ്റിക്കുകയാണ്. അപ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ ചോദിച്ചു, മോനെ നീ എന്ത് മണ്ടത്തരാ ചെയ്യുന്നത്? ഈ കടലിലെ വെള്ളം ഈ കൊച്ചു കുഴിയിലോട്ട് കോരി ഒഴിച്ച് വറ്റിച്ച് തീർക്കാൻ സാധിക്കുമോ? ലളിതമായ ചോദ്യം. കുഞ്ഞിന് മനസ്സിലായി പെട്ടെന്ന്. അപ്പോൾ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും മനസ്സിലാക്കേണ്ടുന്നത്, ഇതിനാണ് എനിക്കും പറയാനുള്ള അങ്ങോട്. അങ്ങിപ്പോൾ ചിന്തിക്കുന്നത് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചാണ്. ഈ ഒരു കൊച്ചു തലയ്ക്കകത്ത് തൃത്വത്തെ ഒതുക്കി നിർത്താമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ചോദ്യത്തിൻ്റെ ആഴം ഭയങ്കര ശക്തമാണ്. പിന്നെ സെൻറ്റ് അഗസ്റ്റിനെ പോലുള്ള ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചിന്തിക്കുന്നതിൻ്റെ മൗഢ്യം എന്താണെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കണമെങ്കിൽ, പെന്തക്കോസ്ത ദിനമെന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള ജ്ഞാനസ്നാനം, പരിശുദ്ധാത്മാവിനുള്ള കൗദാശിക ബന്ധം, പരിശുദ്ധാത്മാവിലുള്ള സഭാത്മക ബന്ധം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രാപ്യമാകും. അതല്ലാത്തവർക്കും കൊടുക്കും ദൈവം. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അകാലജാതനായ അപ്പോസ്തലനെ, അതായത് പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദൈവിക സാന്നിധ്യത്തിൽ അദ്ദേഹം ഉണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസിലുണ്ടോ എന്ന് നമ്മൾ ബൈബിൾ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ദൈവം അകാലജാതനെ തൊട്ടു 14 ലേഖനങ്ങൾ പിറന്നു. അതുകൊണ്ട് ചിലർക്കൊക്കെ ദൈവം ദാനമായിട്ടും കൊടുക്കും. ചോദ്യമില്ല, ഉത്തരവും ചോദ്യമില്ലാത്ത ചില സമസ്യകൾ, ആ മനസ്സിലാകുന്ന സമസ്യകൾ, അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിൽ, പെന്തക്കോസ്ത ദിനത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നന്മയും മാത്രമല്ല, ഈ ലോകത്തിൽ നാളെ അച്ഛന്മാർ, സിസ്റ്റർമാർ, വിശ്വാസികൾ, അല്ലാതെ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, അവരൊക്കെയും ചിന്തിക്കേണ്ടുന്നത് ലോകത്തിൽ സമാധാനം വേണം, ലോകത്തിൽ സന്തോഷം വേണം, ലോകത്തിൽ ത്യാഗത്തിനും ക്ഷമയ്ക്കും പ്രാധാന്യം വേണം. ഇതൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന നല്ല ഒരനുഭവത്തിൻ്റെ ദിനമാകട്ടെ പെന്തക്കോസ്ത ദിനം. നാളത്തെ പ്രാർത്ഥനയിലും കുർബാനയിലുമൊക്കെ പാപികളായ നമ്മൾക്കൂടെ വേണ്ടി ഓർമ്മകൾ ഉണ്ടാകണം. നന്മയോടെ നിർത്തുന്നു. ജോൺസൺ കരേ.